Android programming. Dear students, today we will discuss about first module of Android programming. ഇതൊരു ഡിസ്കഷൻ ആണ്, ഒരു റിവിഷൻ രൂപത്തിൽ കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ഒരു സിലബസ് എന്തൊക്കെ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, ബേസിക് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ആൻഡ്രോയിഡിന്റെ. ആൻഡ്രോയിഡ് എന്താണ്? ആൻഡ്രോയിഡ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ആ ഡെവലപ്പ് ചെയ്യുന്ന കണ്ടന്റ് ഏതൊക്കെയാണ്, ഏതൊക്കെ ലാംഗ്വേജ് ആണ് ഇംപ്ലിമെന്റ് ചെയ്യുക, ബേസിക് ആയിട്ടുള്ള കാര്യം ഇൻട്രൊഡക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഹിസ്റ്ററി ഓഫ് ആൻഡ്രോയിഡ്. 2005 ഒരു ആൻഡ്രോയിഡ് ഇൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ആ കമ്പനി 4 പേരെ കൂടി സ്റ്റാർട്ട് ചെയ്തു. ആരൊക്കെയായിരുന്നു ഓർക്കുന്നുണ്ടോ? നിക്ക് സീസ്, ആൻഡി റൂബിൻ, ക്രിസ് വൈറ്റ്, റിച്ചാർഡ് മേനൻ. ഈ 4 പേര് കൂടിയിട്ടായിരുന്നു ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം അവർ ഫസ്റ്റ് ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തു. ആ പ്രോഗ്രാമിന്റെ പേര് എന്തായിരുന്നു? ഏർലി ലുക്ക് എന്നായിരുന്നു ഉണ്ടായിരുന്നു. അത് പ്രോഗ്രാം ആയിരുന്നു. അതിനുശേഷം അവരൊരു ഡിവൈസിലോട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തു. T-Mobile G1, ഫസ്റ്റ് സ്മാർട്ട് ഫോൺ ബേസ്ഡ് ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ. അതിനുശേഷം അവര് ജസ്റ്റ് ഒന്നുകൂടെ എന്ത് ചെയ്തു, അപ്ഡേറ്റ് ചെയ്ത് കണ്ട് 2009 ആൻഡ്രോയിഡ് 1.1 എന്ന നെക്സ്റ്റ് വെർഷൻ റിലീസ് ചെയ്തു. ദെൻ തേർഡ് വെർഷൻ ഓൺവേർഡ്സ് അവർ ഒരു സ്വീറ്റ്സ് നെയിം രൂപത്തിൽ ഇങ്ങനെ ഓരോ ഡിവൈസസിനും അതിൻ്റെതായ നെയിംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. C ഫോർ കപ്പ് കേക്ക്, T ഫോർ ഡോണറ്റ്, എക്സെട്ര രൂപത്തിൽ കംപ്ലീറ്റ് വന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ആൻഡ്രോയിഡ് 11 ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ റിലീസ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഹിസ്റ്ററിയിൽ ഒരു ഡീവിയേഷൻ ഞാൻ പറഞ്ഞിരുന്നു. എവിടെ വെച്ചാൽ ഡീവിയേഷൻ ഉണ്ടായിരുന്നു? ആൻഡ്രോയിഡ് ഏത് വെർഷനിലായിരുന്നു? 3.0 ഹണി കോംബ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് ഹണി കോംബ് ക്രിയേറ്റ് ചെയ്തത്? ടാബ്ലറ്റിന് വേണ്ടിയിട്ടായിരുന്നു. ടാബ്ലറ്റിന്റെ പർപ്പസിന് വേണ്ടി മാത്രം. ടാബ്ലറ്റ് എന്തിനാ യൂസ് ചെയ്യുക? രണ്ട് കാര്യങ്ങൾക്കാണ് ടാബ്ലറ്റ് മെയിനായിട്ട് അന്ന് യൂസ് ചെയ്തത്. ഏതായിരുന്നു? ഒന്ന് ബ്രൗസ് ചെയ്യാനും വേറൊന്ന് ഗെയിം കളിക്കാനും അല്ലെ. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് ആണ് ആര് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 4.0 ഇറങ്ങിയിരുന്നു. 4.0 ഈ ഒരു ടാബ്ലറ്റിൽ ഉള്ള എല്ലാ ഫീച്ചറും മൊബൈൽ ഫോണിൽ കൺവേർട്ട് ചെയ്തത് 4.0 ഐസ്ക്രീം സാൻഡ്വിച്ചിലായിരുന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ് ആ ക്ലാസ്, ഒന്ന് കേൾക്കുക കേട്ടോ. ദെൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സ്റ്റാക്ക്. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതിന് 6 പാർട്ടുകൾ ഉണ്ടായിരുന്നു അല്ലെ. ഏതൊക്കെ പാർട്ടുകളായിരുന്നു? ഫസ്റ്റ് കേർണൽ എന്നാണ് ഒരു പോർഷൻ ഉണ്ടായിരുന്നു. പിന്നെ വരുന്നതാണ് ലൈബ്രറീസിൽ നിന്ന് റൈറ്റ് സൈഡിലായിട്ട് 2 പോർഷൻ ഉണ്ടായിരുന്നു. ഒരു ബോക്സിലായിട്ട് കണ്ടിട്ടില്ല. ഏതൊക്കെയായിരുന്നു? റൺ ടൈം, ജാവ കോർ ലൈബ്രറി, അതുപോലെ ഡാലി വിർച്വൽ മെഷീൻ. പിന്നെ വരുന്ന ഫ്രെയിം വർക്കുകളാണ്. ഫ്രെയിം വർക്കിന് ശേഷം വരുന്ന കണ്ടന്റ് ആയിരുന്നു നമ്മുടെ ആപ്ലിക്കേഷൻ. ഇങ്ങനെ ഡെവലപ്മെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിലൊരു സ്റ്റാക്ക്, നമ്മൾ ഡെവലപ്മെന്റ് സ്റ്റാക്ക് എന്ന് പറയാൻ കാരണം താഴെ തട്ടിൽ നിന്ന് മുകളിലോട്ട് കംപ്ലീറ്റ് ഓരോ വെർഷൻ നമ്മൾ ആഡ് ചെയ്ത് വരുമ്പോൾ അത് കംപ്ലീറ്റ് നമ്മളൊരു ആപ്ലിക്കേഷൻ ആയിട്ട് മാറും. ആ ആപ്ലിക്കേഷൻ ഒരു സ്റ്റാക്ക് രൂപത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഒരു ഡയഗ്രാം ഉണ്ടായിരുന്നു അല്ലെ. നെക്സ്റ്റ് ഡെവലപ്പിംഗ് ആപ്ലിക്കേഷൻ. ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ആൻഡ്രോയിഡ് ഇമുലേറ്റർ, ആൻഡ്രോയിഡ് UI, യൂസർ ഇന്റർഫേസ്, ഫങ്ഷണൽ കമ്പോണൻസ്, സർവീസസ്, മീഡിയ, ടെലിഫോണി എന്ന് പറഞ്ഞ പോലെ കമ്പോണൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമ്പിൾ സഹിതം പറഞ്ഞു കണ്ട് ഞാൻ ഈ ഡെവലപ്മെന്റ് ആപ്ലിക്കേഷൻസ് ആണ്. ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞു. നെക്സ്റ്റ് വരുന്ന ഫണ്ടമെന്റൽ കമ്പോണൻസ്. ബേസിക് ഫണ്ടമെന്റൽ കമ്പോണൻസ് ഏതൊക്കെയായിരുന്നു ആൻഡ്രോയിഡ്? വ്യൂസ്, ആക്ടിവിറ്റി, ഫ്രാഗ്മെന്റ്, ഇൻഡന്റ്, സർവീസസ്, ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ്.xml അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫണ്ടമെന്റൽ കമ്പോണൻസ് എന്ന് പറയുന്നത്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കും. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള ഐഡിയകളാണ് ഇപ്പോൾ നമുക്ക് ക്ലാസ് എടുത്ത് പോയത് ഫസ്റ്റ് മൊഡ്യൂളിൽ. ദെൻ ഡെവലപ്പിംഗ് എൻവയോൺമെന്റ്. ഡെവലപ്പ് ചെയ്യാനുള്ള എൻവയോൺമെന്റ് ഏതായിരുന്നു? ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഉപയോഗിക്കാം, എക്ലിപ്സ് ഉപയോഗിക്കാം, JDK വേണം. ആൻഡ്രോയിഡ് JDK ജാവ ഡെവലപ്മെന്റ് കിറ്റ്, ആൻഡ്രോയിഡ് SDK വേണം, അതുപോലെ ADT ആൻഡ്രോയിഡ് ഡെവലപ്പർ ടൂൾ, JRE കൂടെ വേണം, ജാവ റൺ ടൈം എൻവയോൺമെന്റ്. JDK ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് JRE കൂടെ അവൈലബിൾ ആണ്. ഈ ഒരു ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഇത്രയും കാര്യങ്ങൾ ആവശ്യമാണ്. ഓക്കെ, അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് എക്ലിപ്സിൽ വർക്ക് ചെയ്യിപ്പിക്കാം, അതല്ലെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലും റൺ ചെയ്യിപ്പിക്കാം. ഓക്കെ, ദെൻ സ്ട്രക്ചർ ഓഫ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ. ഡെവലപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു SRC, അതുപോലെ ലേഔട്ട്, റിസോഴ്സസ്, പിന്നെ പറഞ്ഞിരുന്ന വാല്യൂസ്. ഇതൊക്കെ എല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരുപാട് കണ്ടന്റ് ഉണ്ട്. ആ സ്ട്രക്ചർ കാണിക്കുന്ന ഒരു ഡയഗ്രാം. അപ്പൊ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ സമയത്ത് ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാമിൽ എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ. ഇവിടെ നമ്മൾ ഇൻസ്റ്റാളേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യും, ഇൻസ്റ്റാളേഷന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം AVD ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റുകൾ, ഇതെല്ലാം ആ സ്ട്രക്ചറിൽ വരുന്ന കണ്ടന്റ് ഒരു പോർഷൻ ആയിരുന്നു. ദെൻ ആപ്ലിക്കേഷൻ എങ്ങനെ, ഫസ്റ്റ് പ്രോഗ്രാം എങ്ങനെ റൺ ചെയ്യിപ്പിക്കാം, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു. ലാസ്റ്റ് വൺ ആൻഡ്രോയിഡ് ലൈഫ് സൈക്കിൾ. ഇതൊരു ഡയഗ്രാം ആയിരുന്നു അല്ലെ. ലൈഫ് സൈക്കിൾ, ഒരു ആപ്ലിക്കേഷൻ
സ്റ്റാർട്ട് ചെയ്തത് മുതൽ എങ്ങനെ അത് എൻഡ് ചെയ്യും അതുവരെയുള്ള ഓരോ സ്റ്റേറ്റുകൾ. എത്ര സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു? 7 സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു അല്ലെ. ഫസ്റ്റ് ഓൺ ക്രിയേറ്റ് ദെൻ ശേഷം പിന്നാണ് ഓൺ സ്റ്റാർട്ട്. ഓൺ സ്റ്റാർട്ട് ഓൺ റെസ്യൂം എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ മാത്രമേ യൂസർക്ക് ആ ആപ്ലിക്കേഷൻ സ്ക്രീനിൽ കാണാൻ കഴിയുള്ളൂ. ബാക്കിയുള്ള 6 സ്റ്റേറ്റുകളിലും യൂസർ വ്യൂവിൽ നിന്ന് ആ ഒരു യൂസർ ഇന്റർഫേസ്, ആ ഒരു ആക്ടിവിറ്റി ഡിസപ്പിയർ ചെയ്യും. ഓക്കെ, യൂസർക്ക് കാണാൻ കഴിയുന്ന ആകെ ഒരു ആപ്ലിക്കേഷൻ, ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു റെസ്യൂം എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്. ദെൻ അവിടുന്ന് പോസ്റ്റ് മോഡിലേക്ക് പോകും. പോസ്റ്റ് മോഡിന് 2 ഓപ്ഷൻ ഉണ്ട്. ഓൺ പോസ്റ്റ് നിന്ന് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, റെസ്യൂം ചെയ്യാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ആപ്ലിക്കേഷന്റെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് കൂടെ പോവാം. ഓക്കെ, സ്റ്റോപ്പ് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാം, റീസ്റ്റാർട്ട് അല്ലെങ്കിൽ എങ്ങോട്ട് പോവാം, ഡിസ്ട്രോയിലോട്ട് പോവാം. അപ്പോൾ അങ്ങനെ 7 സ്റ്റേറ്റുകളാണ് പറഞ്ഞത്. സോ ഇത്രയും പോർഷൻസ് ആണ് നമ്മുടെ സിലബസിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ കവർ ചെയ്തത്. ഓക്കെ, മെയിൻ ടോപ്പിക്കുകളാണ് ഈ കാണിക്കുന്നത് കേട്ടോ. സിലബസ് വാസ്റ്റ് ആയിട്ട് സബ് ടോപ്പിക്കുകൾ ഉണ്ട്, ബേസിക് ആയിട്ടുള്ള മെയിൻ ടോപ്പിക്കുകളാണ് പറഞ്ഞത്. ഓക്കെ, ദെൻ ഇതിൽ വരുന്ന ഒരു ഡയഗ്രാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സ്റ്റാക്ക്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലേ ഈ ഒരു ഡയഗ്രാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൊടുത്തു വെക്കുന്നത്. അതിലുള്ള ഡയഗ്രാംസ് ഒന്ന് പറഞ്ഞു തരാൻ കേസാണിത്. ഇത് എക്സാം ചോദിക്കാറുണ്ട് ഡയഗ്രാം. ഇത് വേറെ ഒന്നാണ് ആൻഡ്രോയിഡ് സ്ട്രക്ചർ, ബേസിക് സ്ട്രക്ചർ വരുന്ന കാര്യങ്ങൾ ഇവിടെ SRC, സോഴ്സ് ജാവ ഫയൽ, r.java, അതുപോലെ റിസോഴ്സ് RES എന്ന ഫോൾഡർ, അതുപോലെ ലേഔട്ട് ഫോൾഡർ main.xml. ബൈ ഡീഫോൾട്ട് നെയിം ഇതൊക്കെ നെയിംസ് നമ്മൾ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതുപോലെ വാല്യൂസ് സ്റ്റോർ ഇൻ RN, അതുപോലെ ലാസ്റ്റ് ആൻഡ്രോയിഡ് manifest.xml. ബേസിക് സ്ട്രക്ചർ ആണ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് സ്ട്രക്ചർ. ഇത് ലൈഫ് സൈക്കിൾ ആണ്. 7 മെത്തേഡ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ലൈഫ് സൈക്കിൾ ആണ്. അപ്പൊ ഈ ഒരു സൈക്കിൾ, ഇപ്പൊ ഈ ഒരു 3 ഡയഗ്രാംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ്. എക്സാമിന് എന്താണ് ചോദിക്കാൻ, ഒരു 5 ഡയഗ്രാംസ് ഇതിൽ പഠിക്കേണ്ടി വരും ഒരു സിലബസിൽ. അപ്പൊ അതിൽ നിങ്ങൾ ഏതെങ്കിലും 3 യൂണിവേഴ്സിറ്റിന്റെ എക്സാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഡയഗ്രാംസ് എല്ലാം. അപ്പൊ അത് 3 നിങ്ങൾക്ക് എന്തായാലും എക്സാം പഠിക്കും. ഒരു ഡയഗ്രാം പോലും വിടരുത്. അതിന്റെ എക്സ്പ്ലനേഷൻ essay ക്വസ്റ്റൻ ആയിട്ടാ ചോദിക്കാം, ഓർത്ത് വെക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, ഇത് BCയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതൊന്ന് നോക്കാം. നെയിം ദ 4 സ്റ്റേറ്റ് ഇൻ ആൻഡ്രോയിഡ് ലൈഫ് സൈക്കിൾ. ആൻഡ്രോയിഡ് ലൈഫ് സൈക്കിളിലെ 7 മെത്തേഡ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിൽ ഏതെങ്കിലും 4 സ്റ്റേറ്റുകൾ മെൻഷൻ ചെയ്യാം. 1 മാർക്കേ ഉള്ളൂ, ജസ്റ്റ് എഴുതിയാൽ മതി. എന്താണ് ഓൺ ക്രിയേറ്റ്, ഓൺ സ്റ്റാർട്ട്, ഓൺ റെസ്യൂം, ഓൺ ഡിസ്ട്രോയ്, ഓൺ പോസ്, ഓൺ റെസ്യൂം, ഇങ്ങനെയുള്ള കണ്ടന്റുകൾ. അപ്പൊ അതിൽ ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇതിലും 4. വാട്ട് ആർ ദ കമ്പോണൻസ് ഇൻസൈഡ് ആൻഡ്രോയിഡ് SDK? ആൻഡ്രോയിഡ് SDKയിലുള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. കമ്പോണൻസ് ഏതൊക്കെയായിരുന്നു? ലിനക്സ് കേർണൽ, ലൈബ്രറീസ്, ആൻഡ്രോയിഡ് ലൈബ്രറീസ് ഉണ്ടായിരുന്നു, അതുപോലെ റൺ ടൈം എൻവയോൺമെന്റ്, കോർ ജാവ ലൈബ്രറീസ്, അതുപോലെ ഫ്രെയിം വർക്ക്, ഇങ്ങനെയുള്ള കണ്ടന്റുകളെല്ലാം SDK എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് കമ്പോണൻസ്, SDKയിലെ കമ്പോണൻസ്. അപ്പൊ നെയിംസ് എഴുതിയാൽ മതി കേട്ടോ. ഏതൊക്കെയാണുള്ളത് ജസ്റ്റ് 1 മാർക്സേ ഉള്ളൂ. അപ്പൊ അതിലൊരു 4 എഴുതി വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ, എക്സ്പ്ലെയിൻ അബൌട്ട് ആൻഡ്രോയിഡ് SDKയെ കുറിച്ച് ഒരു റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ 2 മാർക്സിന്റെ കണ്ടന്റ്. SDKന്റെ ടോപ്പിക് നോട്ട്സിൽ ഉണ്ടായിരുന്നു, അത് നോക്കിയിട്ട് എഴുതി വെക്കുക. എന്തൊക്കെയാണ് SDKയിൽ പറയുന്നത്? സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റ് ആണ്, അതിന്റെ ഫുൾ ഫോം എഴുതി വെക്കണം ഫസ്റ്റ് ടൈം. ഓക്കെ, നെക്സ്റ്റ് നോക്കി, എക്സ്പ്ലെയിൻ ഡെവലപ്പ് ഫണ്ടമെന്റൽ കമ്പോണൻസ് ഓഫ് ആൻഡ്രോയിഡ്. ആൻഡ്രോയിഡിന്റെ ഫണ്ടമെന്റൽ കമ്പോണൻസ് എന്തൊക്കെയായിരുന്നു? വ്യൂസ്, ആക്ടിവിറ്റി, ഇന്റന്റ്, ആൻഡ്രോയിഡ് manifest.xml, സർവീസസ് അല്ലെ. 7 കമ്പോണൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ കണ്ടന്റ് 4 മാർക്സ് ഉണ്ട്. എങ്ങനെയാലും 4 മിനിമം എഴുതി വെക്കണം, എക്സ്പ്ലെയിൻ ചെയ്യും വേണം. ഓക്കെ, എക്സ്പ്ലെയിൻ ജാവ API ഫ്രെയിംവർക്ക് ഇൻ ആൻഡ്രോയിഡ് സ്റ്റാക്ക്. ജാവ APIs ആൻഡ്രോയിഡിലെ ഡെവലപ്മെന്റ് സ്റ്റാക്ക് പഠിച്ചില്ലേ, ആ സ്റ്റാക്കിൽ പറഞ്ഞിട്ടുണ്ട് APIs ഏതൊക്കെയാണുള്ളത്. അപ്പൊ ആൻഡ്രോയിഡ് APIന്റെ ഫ്രെയിംവർക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അതും 4 എഴുതുക, എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, 4 മാർക്സ് ഉണ്ട്. അപ്പോൾ ഓരോ മാർക്ക് വീതം. Then explain in detail about Android life cycle events with a neat figure. Okay, നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ അല്ലെ, ആപ്ലിക്കേഷൻ ലൈഫ് സൈക്കിൾ 7 മെത്തേഡ്സ് ഉള്ള. ഓക്കെ, അപ്പൊ അതൊന്നും എന്ത് ചെയ്യാം, നീറ്റ് ആയിട്ട് വരയ്ക്കുക. അതിനുശേഷം ഓരോ ലൈൻസിലും ഓരോ മെത്തേഡ്സിലും വരുന്ന ഫീച്ചേഴ്സ്, അത് എവിടെ യൂസ് ചെയ്യും, എപ്പോഴും യൂസ് ചെയ്യുന്നുള്ള കണ്ടന്റ് എല്ലാം വളരെ നീറ്റ് ആയിട്ട് തന്നെ എഴുതാം അല്ലെ. വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയത് കമ്പ്യൂട്ടർ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, കഴിഞ്ഞ വർഷത്തെ. വാട്ട് ഈസ് ദ നെയിം ഓഫ് വെർച്വൽ മെഷീൻ ഇൻ ആൻഡ്രോയിഡ്? വെർച്വൽ മെഷീൻ നെയിം ഏതാണ്? ഡാൽവിക് അല്ലെ. ഡാൽവിക് വെർച്വൽ മെഷീൻ എന്നാണ്, DVM. അതാണ് എഴുതേണ്ടത്, 1 മാർക്സ്. വിച്ച് ഓഫ് ദ ലൈബ്രറി ഇൻ ആൻഡ്രോയിഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ബ്രൗസർ സപ്പോർട്ട്? ബ്രൗസർ സപ്പോർട്ട് ചെയ്യുന്ന ഏത് ലൈബ്രറിയാണ് യൂസ് ചെയ്യുന്നത് ബ്രൗസർ സപ്പോർട്ട് ചെയ്യുന്നത്? നമ്മൾ ഫ്രെയിം വർക്ക് കഴിഞ്ഞിട്ട് അവിടെ ലൈബ്രറീസ് പറയുന്നത്, ആ ലൈബ്രറീസിൽ
കുറെ ലൈബ്രറീസ് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഏതോ ഒരു ലൈബ്രറിയാണ് വെബ് ബ്രൗസർ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ലൈബ്രറി ഉള്ളത്. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ആപ്ലിക്കേഷൻ വെബ് ബ്രൗസർ ആപ്ലിക്കേഷൻ ഒരാൾ ചെയ്യുകയാണെങ്കിൽ ഏത് ലൈബ്രറി ആയിരിക്കും അതിന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? വെബ് കിറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെബ് കിറ്റ് എന്ന ലൈബ്രറി ഉപയോഗിച്ചിട്ടാണ് ബ്രൗസർ സപ്പോർട്ട് സാധ്യമാക്കുന്നത്. അതുപോലെ വാട്ട് ഈസ് ദ ഫൈനൽ എക്സിക്യൂട്ടബിൾ കോഡ് ഇൻ ആൻഡ്രോയിഡ്? ആൻഡ്രോയിഡിൽ ഏതായിരുന്നു ഫൈനൽ എക്സിക്യൂട്ടബിൾ കോഡ്? ഡോട്ട് ഡെക്സ്. ഒന്നെങ്കിൽ ഫയൽ നെയിം എഴുതുക ഡോട്ട് ഡെക്സ് എന്നാക്കി എക്സ്റ്റൻഷൻ ആക്കി എഴുതുക, അല്ലെങ്കിൽ ഡാൽവിക് എക്സിക്യൂട്ടബിൾ ഫയൽ, ആ രൂപത്തിൽ നമുക്ക് എഴുതാം. ഇതാണ് അതിന്റെ ആൻസർ വരുന്നത്. ഫൈനൽ എക്സിക്യൂട്ടബിൾ, കാരണം ജാവയുടെ കോഡാണ് ഡോട്ട് ജാവ, അത് JVM ഉപയോഗിച്ചിട്ട് ഡോട്ട് ക്ലാസ് ഫയലാക്കി മാറ്റും. ആ ഡോട്ട് ക്ലാസ് ഫയലിനെ ഡോട്ട് ഡെക്സ്, മൾട്ടിപ്പിൾ ഡോട്ട് ഡെക്സ് ഫയലാക്കി മാറ്റും. സിംഗിൾ ഡോട്ട് ക്ലാസ് ജാവ ഫയലായിരിക്കും ഉണ്ടാവുക, അതാണ് കൺവേർട്ട് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ഡോട്ട് ഡെക്സ് ഫയലാക്കി കൺവേർട്ട് ചെയ്യും. ഡെക്സ് അല്ലെങ്കിൽ ഡാൽവിക് എക്സിക്യൂട്ടബിൾ ഫയൽ, അങ്ങനെ വേണം പറയാൻ. റൈറ്റ് എ നോട്ട് ഓൺ ഹിസ്റ്ററി ഓഫ് ആൻഡ്രോയിഡ്. ആൻഡ്രോയിഡിന്റെ ഹിസ്റ്ററി എഴുതാം. ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചില്ല, 3 മാർക്സേ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള കണ്ടന്റ്, ഏത് വർഷം ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം എത്ര പേരാണ് ഉണ്ടായിരുന്നത്, ഫസ്റ്റ് വെർഷൻ ഏതായിരുന്നു, ഫസ്റ്റ് മൊബൈലോട്ട് ആഡ് ചെയ്തിരുന്നത് എന്തായിരുന്നു, ദെൻ ഫസ്റ്റത്തെ 1.1 ആ 2 വെർഷനും എഴുതി വയ്ക്കുക. അതിനുശേഷം വരുന്ന കണ്ടന്റുകൾ ഇങ്ങനെ ആൽഫബറ്റിക് കോഡിൽ സ്വീറ്റ്സ് നെയിം വെച്ചിട്ടാണ് ഓരോന്ന് ആഡ് ചെയ്തിട്ടുള്ളത് എന്ന് എഴുതിയ. അതിനുശേഷം എഴുതേണ്ട കണ്ടന്റ് ആൻഡ്രോയിഡ് 3.0 ടാബ്ലറ്റ് അല്ലെ, ഹണികോംബ്. അതിന് ശേഷം 4.0 ആഡ് ചെയ്യുക. പിന്നെ എക്സ്ട്രാ കുറച്ച് കണ്ടന്റ് ഈ സ്വീറ്റ്സ് നെയിം അനുസരിച്ച് കംപ്ലീറ്റ് ഓരോന്ന് എഴുതി വെക്കുക. അതിൽ കുറെ ഫീച്ചേഴ്സ്, കുറച്ച് ഫീച്ചേഴ്സ് എഴുതി വെക്കുക. അപ്പോഴേക്ക് 3 മാർക്സിന്റെ ഒരു കംപ്ലീറ്റ് ആകും. അപ്പൊ കംപ്ലീറ്റ് ചെയ്താൽ നിൽക്കരുത്, ഇതിന്റെ വെർഷൻ രൂപത്തിൽ അറേഞ്ച് ചെയ്യുക. ലേറ്റസ്റ്റ് വെർഷൻ ആയിട്ടില്ല, അതും നിങ്ങൾ എഴുതി വെക്കുക. ഓർഡർ തെറ്റരുത്. നിങ്ങൾ ABCD എന്ന് പറഞ്ഞ ആ ഒരു ആൽഫബറ്റിക് ഓർഡർ വെച്ചിട്ട് വേണം എഴുതാൻ, അപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും 3 മാർക്സ്. Then briefly explain any 3 Android Java packages and include Android SDK. ഇത് നമ്മൾ പറഞ്ഞത് ജാവയിലെ API, ജാവ APIs ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ്രോയിഡ് SDK ഇല്ല APIs ഏതൊക്കെയാണ് എഴുതി വെക്കാൻ. ഇനി 3 എന്നാ പറഞ്ഞത്. 5 മാർക്സ് ഉണ്ട്. അപ്പോൾ ഓരോന്ന് 3 എഴുതിയിട്ട് 5 മാർക്ക് തരണമെങ്കിൽ 1.5 മാർക്ക് ഇവിടെ ഒന്നിന് നമുക്ക് അവൈലബിൾ ആക്കും. അപ്പൊ ആ രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ കീ ആസ്പെക്ട് ഓഫ് ആൻഡ്രോയിഡ് 4.0. അല്ലെ, 4.0 ഏതായിരുന്നു ഓർക്കുണ്ടോ? ഏതാണ്? ഐസ്ക്രീം സാൻഡ്വിച്ച്. 3.0 ഒരു വേരിയേഷൻ ആണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹണികോംബ് ടാബ്ലറ്റ്. അപ്പൊ അതിലെ കംപ്ലീറ്റ് ഫീച്ചേഴ്സ് ആർക്ക് വന്നു? മൊബൈൽ ഫോണിൽ ഇൻക്ലൂഡ് ചെയ്ത് വന്നു ആ ഒരു കണ്ടന്റ്. അപ്പൊ ടാബ്ലറ്റിൽ എന്തൊക്കെയുണ്ടായിരുന്നു? ബേസിക് 2 കാര്യങ്ങളൊക്കെ ഏതായിരുന്നു? ബ്രൗസ് ചെയ്യാനും ഗെയിം കളിക്കാനും. അപ്പൊ HD സ്ക്രീൻ വന്ന ഒരു ഭാഗമാണ് ഇവിടെ. അതുപോലെ ഗ്രാഫിക്സ് നന്നായി സപ്പോർട്ട് ചെയ്യായിരുന്നു, ലാർജ് സ്ക്രീൻ ആയിരുന്നു, അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ക്ലാസ് എടുത്താണ് ഹിസ്റ്ററി ഓഫ് ആൻഡ്രോയിഡ്, നിങ്ങൾ നോക്കുക. അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇവിടെ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ? നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ആൻഡ്രോയിഡ് SDK സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സ്റ്റാക്ക് വിത്ത് ആപ്ലിക്കേഷൻ അപ്രോപ്രിയേറ്റ് ഡയഗ്രാം. കണ്ടോ, SDK ഡയഗ്രാം ചോദിച്ചിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ലൈഫ് സൈക്കിൾ ആണ്. ഇവിടെ എന്ത് ചോദിച്ചു? SDK ചോദിച്ചു. വളരെ നീറ്റ് ആയിട്ട് വരയ്ക്കുക, നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. 10 മാർക്ക് ഉണ്ട് കേട്ടോ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ആൻഡ്രോയിഡ് റിസോഴ്സസ്. ഇവിടെ ഇമുലേറ്റർ എന്ന് പറയുന്നുണ്ട്. ഇത് മാത്രമേ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ കവർ ചെയ്യുന്നുള്ളൂ. ഇമുലേറ്റർ ഐഡിയ യൂസ് ചെയ്യുന്നത്. ഏത് ഐഡിയ? നമുക്ക് എക്ലിപ്സ് ആണ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഉപയോഗിക്കാം. അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ഞാൻ പറയുന്നുണ്ടായിരുന്നു ബേസിക് കോൺസെപ്റ്റ്, ഒരു ഡയഗ്രാം പോലെ. അതുപോലെ വീഡിയോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇമുലേറ്ററിൽ ഒന്നെങ്കിൽ എക്ലിപ്സിനെ കുറിച്ച് എഴുതാം, അതല്ലെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോനെ വെച്ചിട്ട് എഴുതാം. ഇതിന് വരുന്നത് 10 മാർക്സ് ആണ്. 4 ഉള്ളൂ അല്ലേ? അപ്പോൾ ഒരു 2.5 മാർക്ക് ഉണ്ടാവും ഇതിന്. അപ്പോൾ ഒരു പേജിന്റെ കംപ്ലീറ്റ് ചെയ്താൽ നോക്കുക, ഒരു പേജ് കംപ്ലീറ്റ്. അതിന്റെ ഒരു ഇന്റർഫേസ് കഴിയുമെങ്കിൽ ജസ്റ്റ് ആ ഇന്റർഫേസ് വരച്ചു വെക്കാം. essay ക്വസ്റ്റൻ ആണല്ലോ, നമുക്ക് ആ ഐഡിയ ആണല്ലോ, അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വരച്ചു വെക്കാൻ നോക്കാം കഴിയുമെങ്കിൽ. ഒരു ഗ്രാഫിക് രൂപത്തിൽ വരച്ചാൽ മതി. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി. ഇത് കുറച്ച് ഓൾഡ് ആണ്. നിങ്ങളുടെ സിലബസ് എന്ന് പറയുന്നില്ല, സിലബസിലുള്ള കണ്ടന്റ് അല്ല, സിലബസ് ചേഞ്ച് ആയിട്ടൊന്നുമില്ല, പക്ഷെ എങ്കിലും നിങ്ങളുടെ സ്ട്രീം മാറിയിട്ടുണ്ട്. അപ്പൊ ഇതിന് ആ ഓൾഡ് സ്ട്രീമിലുള്ള കണ്ടന്റ് ആണുള്ളത്. ഓക്കെ, നോക്കാം. ഡിഫൈൻ പർപ്പസ് ഓഫ് ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് ഡോട്ട് എക്സാമ്പിൾ. നമ്മൾ കമ്പോണൻസ് പറഞ്ഞ അതിലൊരു കമ്പോണന്റ് ആണ് ഇത് ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് ഡോട്ട് എക്സാമ്പിൾ. എന്ത് യൂസ് ചെയ്യുക? ഇവിടെയാണ് നമ്മൾ പെർമിഷൻസ് ആഡ് ചെയ്യുക, ആപ്ലിക്കേഷന്റെ വെർഷൻ ആഡ് ചെയ്യുക, അതിന്റെ ടൈം വാലിഡിറ്റി ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ പെർമിഷൻസും ആഡ് ചെയ്താൻ കഴിയും. അതുപോലെ ഏതെങ്കിലും ആൻഡ്രോയിഡ് മാനിഫെസ്റ്റോയിലുള്ള എക്സ്ട്രാ ഫീച്ചേഴ്സ്, ഒരു ആപ്ലിക്കേഷന്റെ സൈസ് എത്രയാണ്, അതിന്റെ ഓർഡർ ആരാണ്, ഇങ്ങനെയുള്ള ബേസിക് മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ യൂസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ ഫയലിന്റെ കാര്യങ്ങളാണ് ആഡ് ചെയ്ത കണ്ടന്റ് ആണ് ഈ ഒരു ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് ഡോട്ട് എക്സാമ്പിൾ.
ആ ക്ലാസ് ഒന്ന് കേൾക്കുക, ഓർമ്മ ഇല്ലെങ്കിൽ ഒന്ന് കേൾക്കുക. ദെൻ എക്സ്പാൻഡ് ADT. ADT ഫുൾ ഫോം എന്തായിരുന്നു? ആൻഡ്രോയിഡ് ഡെവലപ്പർ ടൂൾസ്, നിങ്ങൾ ടൂൾ കിറ്റ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ആൻഡ്രോയിഡ് ഡെവലപ്പർ ടൂൾ, ADT, ആൻഡ്രോയിഡ് ഡെവലപ്പർ ടൂൾ. നമ്മൾ എക്ലിപ്സ് ഓൺ ചെയ്യുമ്പോൾ തന്നെ വരുന്ന ഒരു കണ്ടന്റ് ഉണ്ടല്ലോ, അതാണ് കണ്ടന്റ് ADT. ദെൻ ദ വെർച്വൽ മെഷീൻ യൂസ്ഡ് ബൈ ആൻഡ്രോയിഡ് ഈസ് നോൺ ആസ്. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ വന്നതാണ്. ഏതാണ് വെർച്വൽ മെഷീൻ ആൻഡ്രോയിഡിൽ വരുന്നത്? ഡാൽവിക് വെർച്വൽ മെഷീൻ, DVM അല്ലെ, അതാണ് ആൻസർ. ദ മെക്കാനിസം ടു ഇൻവോക്ക് ആൻഡ്രോയിഡ് കമ്പോണന്റ് ഈസ് നോൺ ആസ്. ആൻഡ്രോയിഡ് കമ്പോണന്റിനെ ഇൻവോക്ക് ചെയ്യാൻ, ഈ വേർഡ് ഉണ്ട് ഇൻവോക്ക്, ഇതാണ് ഇൻവോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാ, ഏത് കമ്പോണന്റാ? 7 കമ്പോണൻസ് പഠിച്ചില്ല അല്ലെ, ഒരു കമ്പോണന്റ് ആണ് ഏത്? ആൻഡ്രോയിഡ് manifest.xml. അതേപോലെ വേറൊരു കമ്പോണന്റ് അവിടെ ചോദിച്ചിട്ടുള്ളത് മെക്കാനിസം ടു ഇൻവോക്ക്, ഏതായിരുന്നു? ഇന്റന്റ്. ഓർക്കുണ്ടോ? ഇന്റന്റ് ആണ് കൺസെപ്റ്റ് വരുന്നുണ്ട്, ഓരോ മൊഡ്യൂളിലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് ഇന്റന്റ് എന്താണെന്നുള്ളത്. നെക്സ്റ്റ് നോക്കിയേ, ഡസ് ഡെവലപ്പിംഗ് ഫോർ ആൻഡ്രോയിഡ് റിക്വയർ JRE ഓർ JDK? ആൻഡ്രോയിഡ് വർക്ക് ചെയ്യണമെങ്കിൽ JRE JDK ആവശ്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. എസ് ഓർണോ ക്വസ്റ്റ്യനാ. വേണോ? വേണം അല്ലെ, നമ്മൾ എൻവയോൺമെന്റ് പഠിച്ചില്ലേ, അപ്പൊ എന്ത് JDK വേണം. ജാവ വേണ്ടേ? ജാവ റൺ ചെയ്യണ്ടേ? ഫസ്റ്റ് ജാവ ക്ലാസ്സിന് ജാവയുടെ ഫയൽ തന്നെ ഡോട്ട് ക്ലാസ് ഫയലാക്കി മാറ്റുന്നത്, പിന്നെയാണ് DVM ആക്കി ഇൻഡെക്സ് ഫയലാക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് JDK വേണം. സോ എന്ത് വേണം? ഇത് എസ് ആണ് ആൻസർ, വേണം. നെക്സ്റ്റ്, ദ ഫസ്റ്റ് ആൻഡ്രോയിഡ് വെർഷൻ വാസ് റിലീസ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. ഏത് ഇയറിലായിരുന്നു? 2005 ഫസ്റ്റ് അവരുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. 2 വർഷത്തിന് ശേഷം ഫസ്റ്റ് ഒരു പ്രോഗ്രാം ഉണ്ടാക്കി, ഏർലി ലുക്ക് ഉണ്ട്. ഫസ്റ്റ് വെർഷൻ ദാറ്റ് ഈസ് ആൻഡ്രോയിഡ് 1.0 റിലീസ് ചെയ്തത് നെക്സ്റ്റ് ഇയറിലായിരുന്നു, 2008 അതാണ് ആൻസർ, 2008. അതിനുശേഷം 2009 1.1 റിലീസ് ചെയ്തത് അല്ലെ. പിന്നെ അങ്ങോട്ട് CD ഓരോ ലെറ്റേഴ്സ് ആഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ആയിരുന്നു. അപ്പൊ ഹിസ്റ്ററി എന്ന പോർഷനിലാണ് ക്വസ്റ്റ്യൻ വന്നുള്ളത്. ഇവിടെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുള്ളേ. നെക്സ്റ്റ് ഓക്കെ, വാട്ട് ഈസ് ആൻ AVD? വാട്ട് ഡു യു യൂസ് ഇറ്റ് ഫോർ? AVD എന്താ യൂസ് ചെയ്യുക? ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ്, അതാണ് പറഞ്ഞത് AVD എന്ന് പറയുന്നത്. ഇതെന്താ യൂസ് ചെയ്യുക? റിയൽ ഡിവൈസ് റൺ ചെയ്യുന്ന മുമ്പായിട്ട് നമുക്ക് പ്രോഗ്രാം ഡീബഗ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ റൺ ചെയ്യാൻ വേണ്ടി നോക്കുന്ന കണ്ടന്റ് ആണ് AVD അല്ലെ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ AVD, അതൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം എപ്പോഴും. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ AVD, ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ്. അതുപോലെ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഡാൽവിക് വെർച്വൽ മെഷീൻ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യണം, ആ രണ്ട് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഓക്കെ, വാട്ട് ഈസ് R.Java? ഇത് ഏതായിരുന്നു? ആപ്ലിക്കേഷൻ സ്ട്രക്ചർ പറഞ്ഞായിരുന്നു. അപ്പൊ ആ സമയത്ത് R.Java എന്നുള്ള കണ്ടന്റ് പറഞ്ഞത് എന്താണ്? R.Java ഇതൊരു കമ്പോണന്റ് തന്നെയാണ്. ഏതാണ്? റിസോഴ്സ് ഡോട്ട് ജാവ എന്ന് പറഞ്ഞ കണ്ടന്റ് ആണ്. റിസോഴ്സ് ആണ് ഇവിടെ സ്റ്റോർ ചെയ്യും. നമ്മൾ ഏതൊരു റിസോഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ സിസ്റ്റം ജനറേറ്റഡ് സ്ട്രിങ്സ് ഇവിടെ ആഡ് ചെയ്ത് വരും ഓട്ടോമാറ്റിക്, R.Java. അതാണ് ബേസിക് കൺസെപ്റ്റ്. അത് സിസ്റ്റം ജനറേറ്റർ കോഡ്സ് ആണ് വരിക. നമുക്ക് എക്സ്ട്രാ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതൊന്നും ടെക്സ്റ്റ് ബോക്സ് ആയാലും അപ്പൊ അതിന്റെ സൈസ് ആയാലും അതിന്റെ ലെങ്ത് ആയാലും അതിന്റെ ഡയമെൻഷൻ ആയാലും എല്ലാം ഇവിടെ ആഡ് ചെയ്ത് വരും. റിസോഴ്സ്, ഒരുപാട് റിസോഴ്സ് പഠിക്കുന്നുണ്ട് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ. ആ റിസോഴ്സുകൾക്കൊക്കെയുള്ള സിസ്റ്റം ജനറേറ്റഡ് കോഡ്, ജാവ കോഡ് ഇവിടെ ഓട്ടോമാറ്റിക് സിസ്റ്റം ജനറേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് R.Java. ഓക്കെ, നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ സ്റ്റാക്ക്, SDK, സോറി ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ സ്റ്റാക്ക്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന 4 മാർക്ക് ഡയഗ്രാം വരയ്ക്കാം കേട്ടോ. ഡയഗ്രാം വരച്ചതിന് ശേഷം ഓരോന്നും എടുത്ത് എഴുതുക, അതിലെ കമ്പോണൻസ് ഒക്കെ എടുത്തിട്ട് എഴുതുക. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ വേരിയസ് ആൻഡ്രോയിഡ് പാക്കേജസ്. ഇത് ജാവ API അവരാ ചോദിക്കുന്നത്. ആ പാക്കേജ് ജാവ പാക്കേജസ് ആണ് ചോദിക്കുന്നത്. ഇങ്ങനെ പല രൂപത്തിലും ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 ടൈപ്പിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. 3 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഇവിടെ 8 മാർക്സിനാണ് essay ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ലൈഫ് സൈക്കിൾ ഓഫ് ആപ്ലിക്കേഷൻ. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ലൈഫ് സൈക്കിൾ ഡയഗ്രാം വരയ്ക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, സോ 3 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പൊ ഇവിടെ 3 ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ടോട്ടൽ മാർക്ക് 22 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ 22 മാർക്സിനാണ് മൊത്തം ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ പേപ്പറിലെ മാർക്ക് 29, 29 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതുപോലെ തേർഡ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ 30 മാർക്സ്, 30 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. 2 essay ഇവിടെ കിട്ടിയിട്ടുണ്ട്. 30 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ മാർക്ക് 180 മാർക്സ് ആണല്ലോ. 80 മാർക്സ് മാക്സിമം മാർക്കാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 116, 115ഓളം മാർക്കിന് എഴുതാനുണ്ടാവും, ചോയ്സ് ഒക്കെ അടക്കം. അതിൽ 80 മാർക്സ് നമുക്ക് സ്കോർ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ 80 മാർക്സിൽ ഇപ്പൊ 30 മാർക്ക് മാക്സിമം വന്നത്, 22 മാർക്കാണ് മിനിമം വന്നത്. 22 മാർക്സ് കിട്ടിയാൽ മിനിമം ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പൊ ഇന്റേണൽ മാർക്ക് എക്സ്റ്റേണൽ മാർക്കും കൂട്ടിയിട്ടാണ് 40% സ്കോർ ചെയ്യേണ്ടത്. ഒറ്റ മൊഡ്യൂൾ പഠിച്ചാൽ തന്നെ 22 മാർക്ക് നമുക്ക് സ്കോർ ചെയ്താൽ കിട്ടും, ഫസ്റ്റ് മൊഡ്യൂൾ മാത്രം. ഒരിക്കലും ഒരു പേപ്പറിൽ നമ്മൾ ഫെയിൽ ആവില്ല.
ഫെയിൽ ആവാൻ പാടില്ല. നമുക്ക് ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാൻ ആ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. നല്ല മാർക്ക്. ഇപ്പൊ ഇതിൽ ഞാൻ ഓഫർ ചെയ്യുന്നത് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയില്ല. ഫസ്റ്റ് കൂടി 22 മാർക്കിനെ സ്കോർ ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എത്ര പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ട കണ്ടന്റ് ആണ് ഉള്ളത്. ആ ക്വസ്റ്റ്യൻസ് കണ്ടില്ലേ, ആ ഇന്ന ക്വസ്റ്റ്യൻസ് വരുന്ന അതന്നെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ പഠിക്കാം. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പൊ 22 മാർക്ക് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ബാക്കി 12 മാർക്സ് ഇന്റേണൽ കിട്ടിയാൽ മതി. ഒറ്റ മുടിയിൽ പഠിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാസ് മാർക്ക് കിട്ടും. അപ്പൊ ബാക്കിയുള്ള മുടിയൊക്കെ പഠിച്ചാലോ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഒരു ഡൗട്ടും വേണ്ട. ഈ 80 മാർക്കിലേ വേണ്ടുള്ളൂ. ഇപ്പൊ 22 മാർക്കിന് ഒരു ക്വസ്റ്റ്യനിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോൾ തന്നെ 100ന്റെ മുകളിൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 80 മാർക്സ് കിട്ടിയാൽ പോലെ ഫുൾ മാർക്ക് കിട്ടാൻ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാം കേട്ടോ. അങ്ങനെ പോകും. ഇപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബാങ്ക്, ഞാൻ ഇതിന്റെ ഒരു താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് പോസ്റ്റ് ചെയ്യാം. ആ ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അത് നോക്കിയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യനും ആൻസർ ഒക്കെ റെഫർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നോട്ട്സ്. ഞാൻ സ്റ്റഡി മെറ്റീരിയൽസ് ഞാൻ അതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ആ സ്റ്റഡി മെറ്റീരിയൽ നോക്കി പഠിക്കാം. ഓക്കെ, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ, ഇത് നമുക്ക് നിങ്ങളുടെ മൊബൈലിലൊക്കെ ചെയ്യാൻ കഴിയും, അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ആ ആപ്ലിക്കേഷൻസ് ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, മൊബൈലിൽ ചെയ്യാൻ നോക്കുക. അതല്ലെങ്കിൽ ഇതിന്റെ കണ്ടന്റ്, ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ആപ്ലിക്കേഷൻ ഞാൻ കംപ്ലീറ്റ് ഇതിന്റെ SDK അതുപോലെ JDK എക്ലിപ്സ് അതിന്റെയൊക്കെ സോഫ്റ്റ് കോപ്പി അവൈലബിൾ ആക്കുന്ന രൂപത്തിലുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അത് നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, ചെയ്ത് പഠിക്കുക. ഓക്കെ, നമ്മൾ പ്രോഗ്രാം ഒരു രണ്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, AVD ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ ഫസ്റ്റ് പ്രോഗ്രാം എങ്ങനെ റൺ ചെയ്യാനുള്ളതും. നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് ഇതുപോലെ കുറച്ച് ലാബിൽ കുറേശ്ശെ ചെയ്ത് നോക്കാം. ഓക്കെ, ദെൻ ഒരു മുതലൊരു എക്സാംസ് നമുക്ക് കണ്ടക്ട് ചെയ്യാം. ആ എക്സാമിന്റെ ലിങ്ക് ഞാൻ താഴെ ഷെയർ ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ക്ലിക്ക് ചെയ്യുക, എക്സാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ആൻഡ്രോയിഡ് റിസോഴ്സസ് സെക്കൻഡ് മൊഡ്യൂൾ ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.